ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്കൊരു ഗീവ് അവേ ആയാലോ? നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും വെറും 36 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള എൻ്റെ ചാനലിൽ ഗീവ് അവേ ഒന്നും. പക്ഷേ എൻ്റെ ഒത്തിരി ആഗ്രഹമാണ് കേട്ടോ ഗീവ് അവേ ചെയ്യണമെന്ന്. എൻ്റെ ഇതേ ഒരു സാരിയാണ് കേട്ടോ ഞാൻ ഗീവ് അവേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ എൻഗേജ്മെൻറ്റിന് മാത്രം എടുത്തിട്ടുള്ള, അതായത് ഞാനൊരു 3 മണിക്കൂർ മാത്രം എടുത്തിട്ടുള്ള ഒരു സാരിയാണ്. അതിനുശേഷം അതുപോലെ കൊണ്ട് മടക്കി വെച്ചിരിക്കുകയാണ്. മൊത്തം സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു നെറ്റിൻ്റെ സാരിയാണ് കേട്ടോ ഇത്. അന്ന് ഇതിന് 4500 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. എനിക്ക് നെറ്റ് സാരിയോട് ഒട്ടും താല്പര്യമില്ലാത്തതാണ്. പിന്നെ അങ്ങനെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉടുക്കാനല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് മാത്രം എടുത്തൊരു സാരിയാണ് കേട്ടോ ഇത്. മൊത്തത്തിൽ സ്റ്റോണാണ്. മുന്താണി കംപ്ലീറ്റ് സ്റ്റോണും പിന്നെ ഇതേ നമ്മൾ ഈ ഉടുത്ത് വരുന്ന ആ പോർഷനിൽ പകുതി ഇതുപോലെ സ്റ്റോണും എംബ്രോയ്ഡറി വർക്കും ഉണ്ട്. പിന്നെ മുകളിലോട്ട് പ്ലെയിൻ നെറ്റാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഗ്രീൻ കളറാണ് വരുന്നത്. ബ്ലൗസും ഗ്രീൻ കളറാണ് കേട്ടോ. വീഡിയോയിൽ റെഡ് പോലെയാണെങ്കിലും ഇത് നല്ല മെറൂൺ കളറാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ലൈറ്റിൻ്റെയൊക്കെ വെട്ടം അടിച്ചിട്ടായിരിക്കണം ഇതൊരു റെഡിഷ് പോലാണ് തോന്നുന്നത്. പക്ഷേ നല്ല കടുത്ത മെറൂൺ കളറാണ്. പിന്നെ ബ്ലൗസും ഗ്രീൻ കളറാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രീനിൽ റെഡ് ഫ്ലവേഴ്സുമാണ് വരുന്നത്. സാരി ഒരു രക്ഷയുമില്ലാത്ത സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആർക്കും ഒരു ഉപയോഗമില്ലാതെ ഇരിക്കുന്ന ഒരു സാധനമല്ലേ, അത് ആർക്കെങ്കിലും ഉപയോഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗീവ് അവേ ചെയ്യാമെന്ന് വിചാരിച്ചത്. സാരിയായിട്ട് എടുക്കാം, അതിനേക്കാളും ലെഹങ്ക തയ്ക്കാൻ നല്ലതാണെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ലെഹങ്ക സ്കർട്ടും ടോപ്പും ഒക്കെ തയ്ക്കാൻ അടിപൊളിയാണ് കേട്ടോ. നെറ്റിൻ്റെതാണ്, ഹെവി വർക്കാണ്. വല്ല ഫംഗ്ഷനും പോകുമ്പോൾ ഉടുത്തുകൊണ്ട് പോകാൻ മാത്രമേ കൊള്ളാവൂ കേട്ടോ. അല്ലാതെ ഇത്രയും സ്റ്റോണൊക്കെ ഉള്ളത്, ഇത്രയും ഹെവി വർക്കുള്ളത് ആരെങ്കിലും എടുക്കുമോയെന്ന് എനിക്കറിയത്തില്ല. ബ്ലൗസ് ഞാൻ അന്ന് എൻഗേജ്മെൻറ്റിന് ഇടാനായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രീൻ കളറിൽ ഇതുപോലുള്ള ഫ്ലവേഴ്സ് വരുന്നതാണ്. ഗീവ് അവേ വിന്നറിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.